ഹലോ മക്കളെ, വെൽക്കം ടു ബയോ ഫിലോ ക്ലാസ്സസ്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ 2 ക്ലാസ്സസിൽ ലൈഫ് പ്രോസസ്സിന്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്ന് ടീച്ചർ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ലൈഫ് പ്രോസസ്സിന്റെ പാർട്ട് 3യുടെ ഡിസ്കഷനുമായിട്ടാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സസ് എല്ലാം? പാർട്ട് 1 ആൻഡ് 2 എല്ലാവരും എൻജോയ് ചെയ്തോ? ഓക്കെ, ടീച്ചർ ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാൻ പറഞ്ഞിരുന്നു. ആരുടെയും കമന്റ്സ് ഒന്നും കണ്ടില്ല. എല്ലാരും എന്താണ്, ഡൗട്ട്സ് ഒന്നും ഇല്ല, എല്ലാം ക്ലിയർ ആണ്, സെറ്റ് ആണ്, അടിപൊളിയാണ്. ഓക്കെ ഓക്കെ ഓൾ ഓഫ് യു. സോ നമുക്കിന്ന് പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോവാ. ഓക്കെ, പോയാലോ? പഠിച്ചാലോ? യെസ്, വെരി ഗുഡ്. സോ നോക്കിക്കോളൂ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ ന്യൂട്രീഷനും റെസ്പിറേഷനും ആണ് ലൈഫ് പ്രോസസ്സിൽ, അതായത് നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രീഷനും റെസ്പിറേഷനും കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ പോവുക. ദാറ്റ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ. എന്താ പഠിക്കുക? ട്രാൻസ്പോർട്ടേഷൻ. യെസ് യെസ് യെസ്. ടീച്ചർ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കണ്ടു പരിചയമുണ്ടോ? യെസ്, നമ്മുടെ താമരാക്ഷൻ പിള്ള ബസ് ആണ് അല്ലേ? യെസ്. ഓക്കെ, എന്തിനായിരിക്കാം ടീച്ചർ ഈ ഒരു ഇമേജ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് താമരാക്ഷൻ പിള്ള ബസ്? ഇവരെന്ത് ചെയ്യുന്നു? ഇവര് പറഞ്ഞ കല്യാണത്തിനൊന്നും സമയത്തിന് കൊണ്ട് എത്തിക്കുന്നില്ല. അത് തന്നെയാണോ അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ? അല്ല. ഓക്കെ, ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെഹിക്കിൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻസിനെ കുറിച്ചിട്ടാണ്. അതായത് ഹ്യൂമൻ ബീങ്സിന്റെ ബോഡിയിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുക. ഈ ഇതുപോലെ ഏതെങ്കിലും പറക്കും തളിക താമരാക്ഷൻ പിള്ള ബസ്സുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മുടെ ബോഡിയിലും കുറച്ച് ആളുകളുണ്ട് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഡ്യൂട്ടി ചെയ്യാനായിട്ട്. സോ ആരായിരിക്കും ഇവിടെ ട്രാവലേഴ്സ്? ആരായിരിക്കും ഇവിടെ യാത്ര ചെയ്യുന്നവർ? യാത്ര ചെയ്യുന്നവർ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ബോഡിയിൽ യാത്ര ചെയ്യുന്നവർ ആരൊക്കെയാണ്? ന്യൂട്രിയൻസ്. ഓക്കെ, ന്യൂട്രിയൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓക്സിജൻ ചേട്ടനും ഉണ്ടാവും. ഓക്കെ, നോക്കി വെക്കണം. ന്യൂട്രിയൻസും ഓക്സിജനുമാണ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുക? ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ട്രാവലേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കി വെക്കുക കേട്ടോ. സോ ന്യൂട്രിയൻസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ന്യൂട്രിയൻസും നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്തെടുക്കുന്ന ഓക്സിജനും. ഓക്കെ, ഇവരെ രണ്ടുപേരെയും നമ്മുടെ ബോഡിക്ക് ഒരുപാട് സെല്ലുകൾ ഉണ്ട്. ഓരോ സെല്ലുകൾക്കും ഇവരെ വേണം. ഇവരെ വെച്ച് എനർജി മേക്ക് ചെയ്യണം. ആ എനർജി വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വർക്ക് ചെയ്യണം, നമുക്ക് സർവൈവ് ചെയ്യണം, നമുക്ക് ജീവിക്കണം അല്ലേ? സോ നോക്കി വെക്കുക, ട്രാൻസ്പോർട്ടേഷൻ. ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. അത് ഏതാ നോക്കാം? ആ ഒരു സിസ്റ്റം, ദാറ്റ് ഈസ് അവർ സർക്കുലേറ്ററി സിസ്റ്റം. കേട്ട് പരിചയമുണ്ടോ? എന്ത് ചോദ്യം മിസ്, കേട്ട് പരിചയമുണ്ടോന്നോ? സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ അല്ലേ? ഓക്കെ, സോ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സർക്കുലേറ്ററി സിസ്റ്റം, ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും നമ്മുടെ ബോഡി ത്രൂ ഔട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം ആണ് എന്തെന്ന് പറയാ? സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ സർക്കുലേറ്ററി സിസ്റ്റം എന്താ നോക്കാം. ഹ്യൂമൻ ബീങ്സ് ലൈക്ക് അതർ മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് നീഡ് റെഗുലർ സപ്ലൈ ഓഫ് ഫുഡ് ആൻഡ് ഓക്സിജൻ. എന്താ പറയാ? നമ്മളെ പോലുള്ള ഹ്യൂമൻ ബീങ്സ് പോലെ തന്നെ മറ്റുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് എന്ത് വേണം? റെഗുലർ സപ്ലൈ ഓഫ് ഫുഡും വേണം, ഓക്സിജനും വേണം. നമുക്ക് വേണ്ടേ ഫുഡും ഓക്സിജനും? പറ്റുമോ? ടീച്ചർ നിങ്ങളെ ഒരു 2 ആഴ്ച ഒരു റൂമിൽ അങ്ങ് വെച്ചു, നിങ്ങളൊരു റൂമിൽ ഇട്ടേക്കുവാണ്, ലോക്ക് ചെയ്തേക്കാണ് ഞാൻ ആ റൂം, എന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് തരുന്നില്ല. ഓക്കെ, 2 ആഴ്ച സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ. 2 ആഴ്ച എന്തിനാ? ഒറ്റൊരു ദിവസം രാവിലെയും വൈകിട്ടും ഈവനിങ് ഡിന്നറും കൂടി മുടക്കുവാണെങ്കിൽ മതി, നമ്മുടെ പണി അവിടെ സ്റ്റോപ്പ് ആവും അല്ലേ? സോ സർക്കുലേറ്ററി സിസ്റ്റം നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ആരുടെ ഹെൽപ്പോട് കൂടിയ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഹാർട്ടിന്റെ, ബ്ലഡിന്റെ, ബ്ലഡ് വെസൽസിന്റെ, ഈ 3 പേരും കൂടി നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടാണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിൽ റൺ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ, നമ്മുടെ ബോഡി ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എന്തുകൊണ്ടാണ്? സെൽസ് വെച്ചിട്ടാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. ആ സെൽസ് നമ്മുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ടീച്ചർ പറയുക. ആ സെൽസ് കൂടി ചേർന്ന് എന്താവുന്നു? ടിഷ്യൂസ് ആവുന്നു. ഒരു ഓർഗാനിസം എങ്ങനെ ഫോം ചെയ്യുന്ന പറയാ? ഈ ടിഷ്യൂസ് കൂടി ചേർന്നിട്ടോ ഓർഗൻ ഫോം ചെയ്യുന്നു. ഇതുപോലുള്ള ഒരുപാട് ഓർഗൻ കൂടിയിട്ടോ ഓർഗൻ സിസ്റ്റം. ഓക്കെ, ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യുന്നു. ഇതുപോലുള്ള ഒരുപാട് ഓർഗൻ സിസ്റ്റം കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയാ? ഓർഗാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗാനിസം എന്ന് പറയുന്നത്. സോ മക്കളെ നിങ്ങൾ നോക്കിക്കേ, സർക്കുലേറ്ററി സിസ്റ്റം, ഓർഗൻ സിസ്റ്റം, അതൊരു ഓർഗൻ സിസ്റ്റം ആണ്. മനസ്സിലായോ? ഓക്കെ, ഹാർട്ട്, ബ്ലഡ് വെസൽസ്, പിന്നെ ലങ്സ് എന്ന് പറയുന്ന ആൾ അതിന്റെ അടുത്തോടെ പോകുന്നുണ്ട്. മനസ്സിലായോ? ഇതുപോലെയാണ് നമ്മുടെ ബോഡിയിൽ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. സോ സർക്കുലേറ്ററി സിസ്റ്റം ആണ് നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന ന്യൂട്രിയൻസും ഓക്സിജനും ത്രൂ ഔട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പടനായകനാണ് ആരൊക്കെയെന്ന് പറയുക? ഹാർട്ട്, ബ്ലഡ് വെസൽസ്. ഓക്കെ അല്ലേ?
വെരി ഗുഡ്. സോ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതില് ഒന്നാമത്തെ പടയാളിയെ കുറിച്ച് തന്നെ പഠിക്കാം. ദാറ്റ് ഇസ് അവർ ബ്ലഡ്. ആരെ കുറിച്ചാണ് പഠിക്കുക? ബ്ലഡിനെ കുറിച്ചാണ് പഠിക്കുക. ബ്ലഡ് എന്ന് പറയുമ്പോൾ എന്താ? ബ്ലഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, റെഡ് കളർ തന്നെയാണ് മനസ്സിലേക്ക് ഓടി വരിക അല്ലെ. ബ്ലഡ് എന്ത് കളറിലാണ് ഉള്ളത്? ബ്ലഡ് ഇസ് ഇൻ റെഡ് കളർ. റെഡ് കളറിലാണ് ബ്ലഡ് ഉള്ളത്. അതുപോലെ തന്നെ ബ്ലഡിൽ എന്തൊക്കെ കമ്പണൻസ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ വാട്ടറി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിനെ നമുക്ക് പ്ലാസ്മ എന്ന് പറയാം. പിന്നെ ബ്ലഡ് സെല്ലുകൾ ഉണ്ട് കേട്ടോ, ബ്ലഡ് സെല്ലുകൾ ഉണ്ട്. ഓക്കെ, പ്ലാസ്മ എന്ന് പറയുമ്പോൾ ബ്ലഡിന്റെ ഒരു 55% എന്താണ്? പ്ലാസ്മയാണ്. ആൻഡ് ദിസ് പ്ലാസ്മ കണ്ടെയ്ൻസ് സം പ്രോട്ടീൻസ്. ഏതൊക്കെയാ പ്രോട്ടീൻ ഉള്ളത്? ആൽബുമിൻ, ഗ്ലോബുലിൻ. ഓക്കെ, ഇവരൊക്കെ ഉള്ളത് എവിടെയാണ്? ഈ പറയുന്ന പ്ലാസ്മയിലാണ്. പിന്നെ പറയുന്നത് ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡ് സെൽസ് 3 ടൈപ്പാ വരിക. RBC റെഡ് ബ്ലഡ് സെല്ല്, വൈറ്റ് WBC വൈറ്റ് ബ്ലഡ് സെല്ല്, ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. ഇങ്ങനെ 3 പേരാണ് ബ്ലഡ് സെൽസ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സോ നമുക്ക് ബ്ലഡ് എന്താന്ന് നമ്മൾ പഠിച്ചു. ബ്ലഡ് എന്ന് പറഞ്ഞാൽ റെഡ് കളറിൽ ഉള്ളൊരു ഫ്ലൂയിഡ് ആണ്. നമ്മുടെ ബോഡിയിലെ ടോട്ടൽ 2 ഫ്ലൂയിഡ്സ് ആ വരുന്നത്. ഒന്ന് പറയുന്നത് ബ്ലഡ്, രണ്ടാമത്തത് എന്താണ് മക്കളെ? ലിംഫ് ആണ്. ബ്ലഡും ലിംഫും ആണ് നമ്മുടെ ബോഡിയിൽ വരുന്ന ഫ്ലൂയിഡ്സ് എന്ന് പറയാ. അതിൽ ബ്ലഡ് റെഡ് കളറിലാണ്. ഓക്കെ, ഇതിൽ പ്ലാസ്മയുടെ കളറും കൂടി പറയുന്നുണ്ട്. പ്ലാസ്മയുടെ കളർ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ കളർ ആണ്. പെയിൽ യെല്ലോ കളർ ആണ് പ്ലാസ്മയുടെ കളർ. ടീച്ചർ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്ലാസ്മ പലരും കണ്ടിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു വൂണ്ട് ഉണ്ടായെന്ന് വിചാരിക്കട്ടെ, അത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു യെല്ലോ കളർ ഫ്ലൂയിഡ് അതിൽ നിന്ന് ഇറങ്ങി വരില്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്ലാസ്മ എന്ന് പറയുന്നത്. സോ ബ്ലഡ് ഇസ് എ കണക്റ്റീവ് ഫ്ലൂയിഡ്, കണക്റ്റീവ് ടിഷ്യൂ. നോക്കി വെക്കണം, ബ്ലഡ് എന്താണ്? ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ 9th ടിഷ്യൂസ് പഠിച്ചപ്പം പുഷ്പം പോലെ പഠിച്ചു വന്ന ചാപ്റ്റർ ആണ്. കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്ന ഒരാളാണെന്ന് പറയാ ബ്ലഡ് എന്ന് പറയുന്നത് കേട്ടോ, ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റെഡ് ബ്ലഡ് സെല്ല്, അതായത് RBC എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ എന്താന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓരോ ബ്ലഡ് സെൽസിന്റെയും ഫംഗ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. RBC എന്ത് ചെയ്യുന്നു? ക്യാരീസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഓക്സിജനെ നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്കും കാർബൺ ഡയോക്സൈഡിനെ നമ്മുടെ ബോഡിയുടെ വെളിയിലേക്കും കൊണ്ടുപോകുന്ന ആരാണ്? ഈ പറയുന്ന RBC ആണ്. RBCയിൽ ആരാ ഉള്ളത് മക്കളെ? ഹീമോഗ്ലോബിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നില്ലേ, ഹീമോഗ്ലോബിൻ HB ആണുള്ളത്. ഹീമോഗ്ലോബിൻ ആണ് ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നതും ഓക്സിജനെയും കാർബൺ ഡയോക്സൈഡിനെയും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതും. ഓക്കെ, യെസ്. അപ്പൊ നോക്കിയിരിക്കുക, ആരാ ഉള്ളത്? ഹീമോഗ്ലോബിൻ ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ വിച്ച് ഇമ്പാർട്ട്സ് റെഡ് കളർ ടു ദ ബ്ലഡ്. ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ എവിടെയുള്ളത്? RBCയിലാണ് ഉള്ളത്. ഇനി WBCസിന്റെ കേസ് നോക്കിക്കേ. WBCs ഇറ്റ് പ്രൊവൈഡ്സ് ബോഡി ഡിഫൻസ് ബൈ എൻഗൾഫിംഗ് ദ ജേംസ് ആൻഡ് പ്രൊഡ്യൂസസ് ആന്റിബോഡീസ്. അതായത് WBCs എന്ത് ചെയ്യുന്നു നോക്കിക്കേ? വൈറ്റ് ബ്ലഡ് സെൽസ്. WBCs എന്ത് ചെയ്യുന്നു? ഇവര് നമ്മുടെ ബോഡിയിൽ ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടുള്ളവരാണ്. അതായത് എന്തെങ്കിലും പാത്തജൻസ്, എന്തെങ്കിലും നമ്മുടെ ബോഡിക്ക് വേണ്ടാത്ത ഏതെങ്കിലും ഒരു പാത്തജൻ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്താൽ ഇവരെന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിൽ ഒരു ബാഹുബലിയായിട്ട് ആക്ട് ചെയ്യുന്നു. ആ പാത്തജൻസിനെ ഇവരങ്ങ് കില്ല് ചെയ്ത് കളയുന്നു. സോ ഡിഫൻസ് മെക്കാനിസം അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? WBCs ആണ്. വരുന്ന പാത്തജൻ ഇവരെന്ത് ചെയ്യുന്നു? എൻഗൾഫ് ചെയ്ത് കില്ല് ചെയ്ത് കളയുന്നു, അതായത് വിഴുങ്ങി നശിപ്പിക്കുന്നു. ഓക്കെ, നോക്കി വെക്കുക. ഇനി അടുത്തത് വരുന്നതാണ് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളത്? അതായത് ബ്ലഡിനെ ക്ലോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്? പ്ലേറ്റ്ലെറ്റ്സ് ഉള്ളത്. ഡ്യൂറിങ് എനി ഇഞ്ചുറി, എന്തെങ്കിലും മുറിവുകൾ പറ്റിയാലോ എന്താ ചെയ്യണ്ടേ? ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ട് പോയാലോ നമ്മൾ മരിച്ചു പോകും അല്ലെ. ഹീമോഫീലിയ എന്ന് പറഞ്ഞൊരു അസുഖം വരെ അതിനുണ്ട്. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് ആവാതെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോയി നമ്മൾ മരിച്ചു പോകുന്ന ഒരു അസുഖം വരെ ഉണ്ട്. സോ അത് പാടില്ല. ബ്ലഡ് ക്ലോട്ട് ആവണം, എന്നാലേ നമുക്ക് സർവൈവൽ ഉള്ളൂ അല്ലെ. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയാ? പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. സോ ബ്ലഡിനെ കുറിച്ച് പഠിച്ചു വെക്കുക. ബ്ലഡ് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡിൽ പ്ലാസ്മ 55% ഉണ്ട്. ബാക്കി വരുന്ന 45% ആരാണ്? ബ്ലഡ് സെൽസ് ആണ്. ആ ബ്ലഡ് സെൽസ് തന്നെ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്ന് തിരിച്ചിട്ടുണ്ട്. RBC റെഡ് കളറിലാണ്. ഹീമോഗ്ലോബിൻ ഉണ്ട്, ഓക്സിജൻ ക്യാരി ചെയ്യുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് ക്യാരി ചെയ്യുന്നുണ്ട്. ഓർത്തിരിക്കുക. WBCസോ ബോഡി ഡിഫൻസ്, ബോഡിയിലെ ബാഹുബലിയാണ് WBCs എന്ന് പറയുന്നത്. ഓക്കെ, WBCs പല ടൈപ്പ് ഉണ്ട് കേട്ടോ. 5 ടൈപ്പിലൊക്കെ വരുന്നുണ്ട്. മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ഈസ്നോഫില് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സിന്റെ കേസാ പറയാ, അവരെന്തെങ്കിലും ഇഞ്ചുറീസ് വരുമ്പം ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നവരാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം, മറ്റൊരു ഫ്ലൂയിഡിനെ കുറിച്ചും കൂടി ടീച്ചർ പറഞ്ഞിരുന്നു. ബ്ലഡ് അല്ലാതെ നമ്മുടെ ബോഡിയിലുള്ളത്, ദാറ്റ് ഇസ് ലിംഫ്. എന്താ അവരെ വിളിക്കുക? ലിംഫ് എന്നാണ് പറയാ. ലിംഫിന്റെ കളർ എന്താ മക്കളെ? ഇറ്റ് ഈസ് എ യെല്ലോയിഷ് ഫ്ലൂയിഡ്. ഓക്കെ, യെല്ലോയിഷ് കളർ ആണ് ലിംഫിനുള്ളത്. ലിംഫ് എങ്ങനെയാ ഫോം ചെയ്യുന്നതെന്ന് അറിയാമോ? അതായത് ഇപ്പൊ നമ്മുടെ ടിഷ്യൂസ് ഒക്കെ ഈ കാണുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ടിഷ്യൂസ് ആണെന്ന് വിചാരിക്കുക.
ഇവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റും നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് ഈ വഴി പോകുന്നു. സോ ഈ ബ്ലഡ് കാപ്പിലറിയിൽ നിന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് വരുന്ന ഫ്ലൂയിഡ്, യെല്ലോയിഷ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലിംഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് ബ്ലഡ് കാപ്പിലറിയിൽ നിന്ന് ഊറി ഇറങ്ങി വരുന്ന യെല്ലോയിഷ് ഫ്ലൂയിഡിനാണ് എന്തെന്ന് പറയാ, ലിംഫ് എന്ന് പറയാ. ലിംഫില് ബ്ലഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടീന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും, ലെസ് പ്രോട്ടീൻ ആയിരിക്കും ഉണ്ടാവുള്ളൂ. ഇറ്റ് ഫ്ലോസ് ഫ്രം ടിഷ്യൂസ് ടു ദ ഹാർട്ട്. എവിടെ നിന്ന് എങ്ങോട്ട് അത് പോവാ, ഇത് ടിഷ്യൂസിൽ നിന്ന് ഹാർട്ടിലേക്കാണ്. ടിഷ്യൂസിൽ നിന്ന് ഇവര് നേരെ പിന്നെ എങ്ങോട്ടാ പോവാ, ടിഷ്യൂസിൽ നിന്ന് ഹാർട്ടിലേക്ക് പോകുന്നവരാണ് ആരെന്ന് പറയാ, ലിംഫ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡിസ്ട്രോയിങ് ജേംസ്. ഇതെങ്ങനെയാ ലിംഫ് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അതായത് ഈ പറയുന്ന ലിംഫില് ലിംഫോസൈറ്റ് പോലുള്ള WBCs ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നല്ല, അവരവിടെ ഉണ്ട്. സോ അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന എന്തെങ്കിലും പാത്തജൻസ് വരികയാണെങ്കിൽ, ജേംസ് വരികയാണെങ്കിൽ അവരെ കില്ല് ചെയ്ത് കളയുന്നു. സോ ഇത്രയും കാര്യം നോക്കി വെക്കുക. ഇനി നമ്മൾ പറയുന്നത് എന്താണ് ലിംഫിന്റെ ഫംഗ്ഷൻ. ഇറ്റ് ക്യാരീസ് ഡൈജസ്റ്റഡ് ആൻഡ് അബ്സോർബ് ഫാറ്റ് ഫ്രം ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈനിൽ നിന്ന് ഡൈജസ്റ്റഡ് ആയിട്ടുള്ളതും അബ്സോർബ്ഡ് ആയിട്ടുള്ള ഫാറ്റിനെ ഇവർ ക്യാരി ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യം നോക്കി വെക്കുക. ഇതെല്ലാം ലിംഫിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ബ്ലഡ്, ലിംഫ്, ബോഡിയിലുള്ള 2 ഫ്ലൂയിഡ്സ് ക്ലിയർ ആണല്ലോ. വെരി ഗുഡ്. സോ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ബ്ലഡ് വെസൽസ്, അതായത് ഈ ബ്ലഡിന് ഒഴുകാൻ ഒരു വഴി വേണം, ഒരു പാത്ത് വേ വേണം, അവരെ കൊണ്ടുപോകാൻ ഒരു പൈപ്പ് വേണം. ആ പൈപ്പാണ് ആരെന്ന് പറയാ, ബ്ലഡ് വെസൽസ് എന്ന് പറയാ. ബ്ലഡ് വെസൽസ് 3 എണ്ണം ഉണ്ട്. ഇവിടെ ടീച്ചർ 2 എണ്ണത്തിന്റെ ഇമേജേ കൊടുത്തിട്ടുള്ളൂ, 2 എണ്ണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ടീച്ചർ പറഞ്ഞു തരാം എന്താ കാര്യം എന്ന്. ഏതൊക്കെയാണ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് നോക്കാം. ഏതൊക്കെ വരും, കാപ്പിലറീസ്. ഓക്കെ, ഒരാൾ വരുന്നത് കാപ്പിലറീസ് ആണ്. പിന്നെ വരുന്ന ആളുകളാണ് ആർട്ടറിയും വെയിൻ എന്നും പറയുന്നത് കേട്ടോ. ഓക്കെ, ആർട്ടറി, വെയിൻ, കാപ്പിലറി, ഇങ്ങനെ 3 പേരാണ് ഉള്ളത്. ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്, കാപ്പിലറി ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം എന്താണ് വാട്ട് ഈസ് ആർട്ടറി. എന്താ ആർട്ടറി എന്ന് പറഞ്ഞാൽ, ആർട്ടറി എന്ന് പറയുകയാണെങ്കിൽ ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ബോഡി പാർട്സ് എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. അതായത് ഇവിടെ ഒരാൾ ഓട് വൺ ഔട്ടാണ്, അതായത് നമ്മുടെ പൾമണറി ആർട്ടറി ഒഴികെ മറ്റ് ആർട്ടറികളെല്ലാം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഓക്സിജൻ കണ്ടെയ്നിങ് ബ്ലഡിനെ എവിടെ നിന്ന് എങ്ങോട്ട് കൊടുക്കും, എവിടെ നിന്ന് എങ്ങോട്ടാ കൊടുക്കുക, ഫ്രം ഹാർട്ടിൽ നിന്ന് നേരെ എങ്ങോട്ടേക്കാ കൊടുക്കുന്നത് നോക്കിക്കേ, ബോഡി പാർട്സ്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ ആണ് ചെയ്യുക, ബോഡി പാർട്സിലേക്ക് കൊടുക്കും. സോ പൾമണറി ആർട്ടറി ഒഴികെ ബാക്കി എല്ലാ ആർട്ടറീസ് എന്ത് ചെയ്യുന്നു, ഹാർട്ടിൽ നിന്ന് ബോഡി പാർട്സിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ ആർട്ടറിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടിംഗ് വെസൽ എന്നും വേറൊരു പേര് വിളിക്കാം. ആർട്ടറിയുടെ വാൾസ് എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ടുള്ള വാൾസ് ആണ് ആർട്ടറിക്ക് ഉള്ളത്. അതുപോലെ ഇലാസ്റ്റിക്കും ആണ്. ഹൈ പ്രഷറിലാണ് ഇതിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്ത് പോകുന്നത്. അതുപോലെ ഡീപ് സീറ്റഡ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ലേ ബ്ലഡ് വെസൽസ് കാണുന്നില്ലേ, അത് ആക്ച്വലി വെയിൻ ആണ്, ആർട്ടറി അല്ല. ആർട്ടറി നമുക്ക് കാണാൻ പറ്റത്തില്ല, ഉള്ളിലേക്കായിരിക്കും ഉണ്ടാവുക. ഫാർ ഫ്രം ദ സ്കിൻ ആണ് ആരെന്ന് പറയാ, ആർട്ടറീസ് എന്ന് പറയാം. വെയിനിന്റെ കേസിലേക്ക് വന്ന് നോക്കിക്കേ, വെയിൻ എന്താ ചെയ്യുന്നത്, ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ബോഡി പാർട്സ് ടു ഹാർട്ട്. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, നേരെ തിരിച്ചു വരും അല്ലെ, നേരെ തിരിച്ചു വരും. ബോഡി പാർട്സിൽ നിന്ന് നേരെ ഹാർട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ബ്ലഡ് ഫ്രം ബോഡി പാർട്സ് ടു ഹാർട്ട് ഡീഓക്സിജനേറ്റഡ് CO2 കണ്ടെയ്നിങ് ബ്ലഡിനെയാണ് വെയിൻസ് കൊടുക്കുക എക്സെപ്റ്റ് പൾമണറി വെയിൻ. ഇവിടെ പൾമണറി വെയിനും ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. പൾമണറി വെയിൻ ഒഴികെ ബാക്കിയുള്ള വെയിനുകളൊക്കെ എന്ത് ഫംഗ്ഷനാ ചെയ്യുക, ബോഡി പാർട്സിൽ നിന്ന് ഹാർട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊടുക്കുന്നു. അപ്പൊ നോക്കാം, വെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഇതിനെ നമ്മൾ വേറൊരു പേര് വിളിക്കും, ദാറ്റ് ഇസ് കളക്ടിങ് വെസൽ എന്നാണ് വിളിക്കുക. ഇവർ വളരെ തിന്നാണ്, ലെസ് ഇലാസ്റ്റിക് ആണ്, ഇവരുടെ ഉള്ളിൽ വാൽവുകൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ലോ പ്രഷറിലാണ് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇവർ സൂപ്പർഫിഷ്യൽ ആണ്. അതായത് നമ്മൾ കാണില്ലേ, നമ്മൾ കയ്യിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ബ്ലഡ് വെസൽസ് കാണില്ലേ, അത് ആക്ച്വലി എന്താണ്, വെയിൻ ആണ് കേട്ടോ. ഇനി ടീച്ചർ പറയാൻ പോകുന്നത് പൾമണറി ആർട്ടറിയുടെയും പൾമണറി വെയിനിന്റെയും ഫംഗ്ഷൻ ആണ്. ഓക്കെ, പൾമണറി ആർട്ടറി എന്ത് ചെയ്യുന്നു എന്ന് വെക്കുകയാണെങ്കിൽ, പൾമണറി ആർട്ടറിക്ക് ടീച്ചർ PA എന്ന് കൊടുക്കാണ്. പൾമണറി ആർട്ടറി എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ, ഇവര് ഹാർട്ടിൽ നിന്ന് എങ്ങോട്ടാണ്, ലങ്സിലേക്ക്. പൾമണറി എന്ന് പറയുന്ന വേർഡ് ലങ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. പൾമണറി ആർട്ടറി ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുപോകുന്നു. അപ്പൊ പൾമണറി വെയിൻ PV എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അവരെന്താ ചെയ്യുന്നുണ്ടാവുക, ലങ്സിൽ നിന്ന് നേരെ ഹാർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുപോകുന്നു.
ഓക്കെ. സോ ഇവിടെ വന്നതിന്റെ നേരെ തിരിച്ചാണ് ഇവിടെ വരിക. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ നിങ്ങൾ നോക്കുക, ഓപ്പോസിറ്റാ വരിക. അതായത് പൾമണറി ആർട്ടറി ഒഴികെയുള്ള ബാക്കി എല്ലാ ആർട്ടറീസും ഓക്സിജനേറ്റഡ് ബ്ലഡിനാണ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ പൾമണറി ആർട്ടറി എന്താണ്, കാർബൺ ഡയോക്സൈഡ് കണ്ടെയ്നിങ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനാണ് കൊണ്ടുപോവുക. ഇങ്ങോട്ടേക്ക് വന്നാലോ, പൾമണറി വെയിൻ ഒഴികെയുള്ള മറ്റുള്ള വെയിൻസ് എല്ലാവരും എന്താണ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുക. പക്ഷെ പൾമണറി വെയിൻ എന്താണ്, ഓക്സിജനേറ്റഡ് ആണ്. ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കാം. ഇനി നമുക്ക് നേരെ മൂവ് ചെയ്യാം ഹ്യൂമൻ ഹാർട്ടിലേക്ക്. കണ്ടു പരിചയമുണ്ടോ ഹാർട്ട്? എവിടെ നമ്മുടെ ഹാർട്ട് ഉള്ളത്? നമ്മുടെ ബോഡിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് സ്ലൈറ്റ്ലി കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്തുള്ളത്, നമ്മുടെ ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹാർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ഹാർട്ടിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ലങ്സ് എന്ന് പറയുന്നത് 2 ലോബായിട്ടേ തിരിച്ചിട്ടുള്ളൂ. റൈറ്റ് സൈഡിലെ 3 ഉണ്ട്, പക്ഷെ ലെഫ്റ്റ് സൈഡിലെ 2 ഉള്ളൂ. ഇത് ഹാർട്ടിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഹാർട്ടിനുള്ള പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഹാർട്ടിനെ ഇവിടെ ആരാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ റിബ്സ് കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടി ഹാർട്ടിന് കിട്ടുന്നുണ്ട് കേട്ടോ. റിബ്സ് കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടി നമ്മുടെ ഹാർട്ടിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മസ്കുലർ ഓർഗൻ ആണ്. കാർഡിയാക് മസിൽസ് വെച്ചിട്ടാണ് ഹാർട്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഹാർട്ടിന് ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്. ആ ഔട്ടർ കവറിംഗിന്റെ പേരും കൂടി മക്കൾ പഠിക്കണം. ദാറ്റ് ഇസ് പെരികാർഡിയം. എന്താ പറയാ? പെരികാർഡിയം. ഇതൊരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. ഈ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്നാണ് അതിനെ പറയുക. സോ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മസ്കുലർ ഓർഗൻ ആണ്. അതെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണുള്ളത്. പെരികാർഡിയം കൊണ്ടുള്ള ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്. പെരികാർഡിയം ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. അതിന്റെ ഉള്ളിൽ ആരാ മക്കളെ ഉള്ളത്? അതിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? അതിന്റെ ഉള്ളിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ്സ് ഉണ്ട്. സോ ഹാർട്ടിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഹാർട്ടിന് എത്ര വലിപ്പമുണ്ട്? നിങ്ങളൊന്ന് കൈ മടക്കി പിടിച്ചേ. നമ്മള് കൈ മടക്കി പിടിക്കും, അതായത് നമ്മുടെ മുഷ്ടി ചുരുട്ടി പിടിക്കുമ്പോൾ എത്ര വലിപ്പം ഉണ്ടോ നമ്മുടെ റിസ്റ്റിന്, അത്രയും വലിപ്പമാണ് എന്തിനുള്ളൂ, നമ്മുടെ ഹാർട്ടിനുള്ളൂ. ക്ലിയർ? ക്ലിയർ ആണോ മക്കൾ ഇത്രയും കാര്യങ്ങൾ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിബഡി ഹാവ് എനി ഡൗട്ട്സ്? നോ. സോ നമുക്ക് നോക്കാം. ഹ്യൂമൻ ഹാർട്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ ഹ്യൂമൻ ഹാർട്ടിന് എത്ര അറകൾ ഉണ്ടെന്ന് അറിയാമോ? ടോട്ടലി അതിന് 4 അറകളാണുള്ളത്. ഇത് 1ാമത്തെ അറ, ഇത് 2ാമത്തത്, ഇത് 3ാമത്തത്, 4ാമത്തത്. ഇങ്ങനെ 4 അറകളാണ് എവിടെയുള്ളത്? ഹ്യൂമൻ ഹാർട്ടിലുള്ളത് കേട്ടോ. 4 അറകളാണ് എവിടെ വരുന്നത്? ഹ്യൂമൻ ഹാർട്ടിലുള്ളത്. 1, 2, 3, 4. 4 അറകളുണ്ട്. മുകളിലുള്ള അറകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏട്രിയം. എന്താ വിളിക്കുക? ഏട്രിയം എന്നാണ് വിളിക്കുക. താഴെയുള്ള അറകളെ അപ്പൊ നമ്മൾ എന്താ വിളിക്കുക? വെൻട്രിക്കിൾസ്. ഓക്കെ. 4 അറകളാണ് ഹാർട്ടിനുള്ളത്. മുകളിലുള്ള അറകളെ നമ്മൾ എന്താ വിളിക്കും? ഏട്രിയം എന്ന് പറയും. താഴെയുള്ളതിനെയോ വെൻട്രിക്കിൾ എന്ന് നമ്മൾ പറയും. ഓക്കെ. അപ്പം നമുക്കിവിടെ നോക്കാം. ഈ ഏട്രിയം വെൻട്രിക്കിളും ഓരോ സൈഡിലുണ്ട്. ഓക്കെ. ഈ കാണുന്നത് ഹാർട്ടിന്റെ റൈറ്റ് സൈഡ് ആണ്. ഈ കാണുന്നത് ഹാർട്ടിന്റെ റൈറ്റ് സൈഡ് ആണ്. ഈ കാണുന്നത് ഹാർട്ടിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. സോ മുകളിലുള്ള ഈ ഒരു അറേനെ എന്താ പറയാ? റൈറ്റ് ഏട്രിയം എന്നാണ് പറയാ. റൈറ്റ് ഏട്രിയം എന്നാണ് പറയാ. റൈറ്റ് ഏട്രിയം. ഓക്കെ. സോ ഇവിടെ വരുന്നതോ, ലെഫ്റ്റ് സൈഡിൽ വരുന്നതോ ലെഫ്റ്റ് ഏട്രിയം. ഓക്കെ. ഇനി ഇവിടെ കാണുന്ന വെൻട്രിക്കിളോ റൈറ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതോ ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ഹാർട്ടിന്റെ 4 അറകൾ എന്റെ മക്കള് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ദിസ് ഇസ് മാൻഡേറ്ററി. ഇത് പഠിക്കേണ്ട ഒരു വഴിയില്ല. ഏതൊക്കെയാണ് അറകൾ വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ റൈറ്റ് ഏട്രിയം, റൈറ്റ് ഏട്രിയം വരുന്നുണ്ട്. പിന്നെ ആരാ വരിക? റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. പിന്നെ ഏതാ ഒരു അറ വരിക? ലെഫ്റ്റ് ഏട്രിയം. ഹാർട്ടിന്റെ സ്ട്രക്ചർ ആണ് ടീച്ചർ പറയാ. ലെഫ്റ്റ് ഏട്രിയം, പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇത്രയും ആണ് അറകൾ വരിക, 4 അറകൾ. ഇനി ഈ 4 അറകളെ കൂടാതെ ഹാർട്ടിലേക്ക് കുറച്ച് കുഴലുകൾ വരുന്നുണ്ട്, ബ്ലഡ് വെസൽസ് വരുന്നുണ്ട്. കണ്ടോ? ഈ കാണുന്ന കണ്ടോ? യെസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സുപ്പീരിയർ വീന കാവ. അതായത് നമ്മുടെ ഹാർട്ടിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ബ്ലഡിനെ കളക്ട് ചെയ്ത് ഹാർട്ടിലേക്ക് കൊടുക്കുന്ന ഭാഗമാണ് സുപ്പീരിയർ വീന കാവ. ഇനി ഇവിടെ കണ്ടോ താഴെ? ദിസ് ഇസ് ഇൻഫീരിയർ വീന കാവ. നമ്മുടെ ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ താഴെ പാർട്സിൽ നിന്ന് ബ്ലഡിനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നവരാണെന്ന് പറയാ ഇൻഫീരിയർ വീന കാവ. ഇതൊക്കെ ഓരോ ബ്ലഡ് വെസൽസ് ആണ് കേട്ടോ. സുപ്പീരിയറും ഇൻഫീരിയർ വീന കാവ എന്ന് പറയുന്നത്. സുപ്പീരിയർ വീന കാവ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വെയിൻ ആണ്, ദ ബിഗസ്റ്റ് വെയിൻ ആണ് കേട്ടോ സുപ്പീരിയർ വീന കാവ എന്ന് പറയുന്നത് കേട്ടോ. നോക്കി വെക്കുക. പിന്നെ ഈ കാണുന്ന കുഴൽ കണ്ടോ? ഇവിടെ നിന്ന് ഈ പോകുന്ന കുഴല്, ഇതിന്റെ പേരാണ് പൾമണറി ആർട്ടറി. കണ്ടോ? ഇതിന് 2 ബ്രാഞ്ചസ് ഉണ്ട്. പൾമണറി എന്ന് പറയുന്ന വേർഡ് ഇസ് റിലേറ്റഡ് ടു അവർ ലങ്സ്. നമ്മുടെ ലങ്സുമായിട്ട് കണക്റ്റഡ് ആയുള്ള വേർഡ് ആണെന്ന് പറയാ പൾമണറി എന്ന് പറയുന്നത്. സോ പൾമണറി ആർട്ടറി എങ്ങോട്ടാ പോവാ? ഇവിടെ ഒരു ലങ്സ് ഉണ്ടാവും, ഇവിടെ ഒരു ലങ്സ് ഉണ്ടാവും. സോ ലങ്സിലേക്കാണ് ഇവർ ബ്ലഡിനെ കൊണ്ടു കൊടുക്കുക. ഓർത്ത് വെക്കുക. പിന്നെ ഈ കാണുന്ന കണ്ടോ കുഞ്ഞിക്കുഴലുകള്? ദീസ് ആർ പൾമണറി വെയിൻസ്.
ഇത് ലങ്സിൽ നിന്ന് വരുന്നതാണ്, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ട് വരുന്നതാണ് പൾമണറി വെയിൻ എന്ന് പറയുന്നതാണ് കേട്ടോ. പൾമണറി വെയിൻ അതും രണ്ട് സൈഡിലും ഉണ്ട്, രണ്ട് സൈഡിൽ ലങ്സ് ഉള്ളതുകൊണ്ട് കേട്ടോ, പൾമണറി വെയിൻ. ഇനി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു വലിയ കുഴല് കാണാം. ഈ വലിയ കുഴല് കണ്ടോ, ഈ വലിയ കുഴല്? യെസ്, ഈ വലിയ കുഴലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോർട്ട. എന്താ വിളിക്കുക? അയോർട്ട. ഈ അയോർട്ടയുടെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? ഇവര് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്ത് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് കൊടുക്കുന്നവരാണ്. അയോർട്ട എന്ന് പറയുന്നത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആർട്ടറി കൂടിയാണ്. നോക്കി വെക്കണം, ഏറ്റവും ബിഗ്ഗസ്റ്റ് ആർട്ടറി കൂടിയാണ് ആരെന്ന് പറയാ? അയോർട്ട എന്ന് പറയുന്നത്. സോ ടീച്ചർ ഇപ്പൊ മൂവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹാർട്ടിന്റെ വർക്കിംഗ് നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചു തരാനാണ്. എങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുക? ഹാർട്ടിന്റെ വർക്കിംഗ് നമുക്ക് എല്ലാവർക്കും നോക്കിയാലോ, എങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യാന്ന്? അപ്പൊ മക്കളെ എല്ലാവരും ടീച്ചറിന്റെ കൂടെ ഇവിടെ ഭയങ്കര കെയർഫുൾ ആയിട്ട് നോക്കിയിരുന്നോണ്ട് ടീച്ചർ കാണിച്ചു തരാം എങ്ങനെയാണ് ഹാർട്ട് വർക്ക് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിക്കോളൂ, ഈ കാണുന്ന സുപ്പീരിയറും ഇൻഫീരിയറും വീന കാവാസ് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ കാണുന്ന സുപ്പീരിയറും ഇൻഫീരിയറും വീന കാവാസ് ഡിയോക്സിജനേറ്റഡ് കാർബൺ ഡയോക്സൈഡ്, റൈറ്റ് സൈഡിൽ എപ്പോഴും ബ്ലൂ കളർ കണ്ടോ? ഇത് ഏത് ബ്ലഡിനെ കൊണ്ടുപോകാനാണ്, ട്രാൻസ്പോർട്ട് ചെയ്യാനാണെന്ന് അറിയാമോ? ഇത് ആക്ച്വലി ഡിയോക്സിജനേറ്റഡ് CO2 കണ്ടെയ്നിങ് ബ്ലഡിനെ. അയ്യോ കളർ കാണാൻ വയ്യല്ലോ, വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, CO2 കണ്ടെയ്നിങ് ബ്ലഡ്, ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുപോകാനാണ് ഈ ഒരു ബ്ലൂ കളർ മെൻഷൻ ചെയ്യുക കേട്ടോ. സോ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സുപ്പീരിയറും ഇൻഫീരിയറും വിനാക്കാവ ഡിയോക്സിനേറ്റഡ് CO2 കണ്ടെയ്നിങ് ബ്ലഡിനെ നേരെ റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിന്റെ നടുവിൽ ഇവിടെ ഒരു വാൽവ് കണ്ടോ, ഒരു വാൽവ്, ഒരു ഓപ്പണിംഗ് കണ്ടോ? ഇവരുടെ പേരാണ് ട്രൈക്കസ്പിഡ് വാൽവ് എന്നാണ്. ഈ വാൽവ് തുറന്ന് നേരെ ഈ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇവിടെ ഇത് കണ്ടോ, ഇത് പൾമണറി ആർട്ടറി ആണ്. ഈ കാണുന്ന പൾമണറി ആർട്ടറിയുടെയും ഒരു വാൽവ് ആണ് കേട്ടോ. ഓക്കെ, ഈ ഒരു വാൽവ് ത്രൂ, ഈ പൾമണറി ആർട്ടറി ത്രൂ ഈ ബ്ലഡ്, ഡിയോക്സിനേറ്റഡ് ബ്ലഡ് നേരെ ലങ്സിലേക്ക് പോകുന്നു. ലങ്സിൽ വെച്ച് പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. നമ്മൾ CO2 എക്സ്പെൽ ഔട്ട് ചെയ്ത് ഓക്സിജൻ ഇൻടേക്ക് ചെയ്തത് അവരെന്ത് ചെയ്യുന്നു? പൾമണറി വെയിൻ ത്രൂ ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്ന് എൻഡ് ചെയ്യുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിൽ ദർ ഇസ് എ വാൽവ്. അവരുടെ പേരാണ് മിട്രൽ വാൽവ്, അല്ലെങ്കിൽ വേറൊരു പേരോട് വിളിക്കാം ബൈകെസ്പേഡ്. ഓക്കെ, ബൈകെസ്പേഡ് വാൽവ് എന്നും കൂടി ഇവരെ വിളിക്കാം. സോ ബൈകെസ്പേഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന് പറയുന്ന ഈ ഒരു വാൽവ് ത്രൂ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് പോകുന്നു? നേരെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോർട്ട ത്രൂ ദി ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. നോക്കി വെക്കണേ, ടീച്ചർ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് എഴുതി തരാം. ആ ഒരു ഫ്ലോ ചാർട്ട് മക്കൾ അതേപടി പഠിക്കുക, ഇറ്റ് വിൽ ബി ഹെൽപ്പ് യു. ഓക്കെ, സോ നോക്കിക്കോളൂ എങ്ങനെയാണ്. നിങ്ങൾ കളർ പെൻസിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം ഈ ഒരു ഫ്ലോ ചാർട്ട് എഴുതി പഠിക്കാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആരാ വരിക? വീന കാവയാണ് വരിക, വീന കാവ. ഓക്കെ, ഞാനിത് ബ്ലൂവിൽ എഴുതാം, കാരണം ഡിയോക്സിനേറ്റഡ് CO2 കണ്ടെയ്നിങ് ബ്ലഡിനെയാണല്ലോ കൊണ്ടുവരിക. അതുകൊണ്ട് ടീച്ചർ ഇത് ബ്ലൂവിൽ എഴുതുകയാണ്. ഫസ്റ്റ് ആരാ വരിക? വീന കാവ. വിനാക്കാവ എന്ത് ചെയ്യുന്നു മക്കളെ? വിനാക്കാവ ബ്ലഡിനെ അങ്ങോട്ടാ കൊടുക്കുക? റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊടുക്കുന്നു. ഈ ഒരു ഫ്ലോ ചാർട്ട് ഇങ്ങനെ ഫോളോ ചെയ്യണേ. റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊടുക്കുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് എങ്ങോട്ടാ ബ്ലഡ് പോകുന്നേ? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. ഇത്രയും കാര്യം ഇവിടെ സ്റ്റോപ്പ് ചെയ്യട്ടെ. വിനാക്കാവ കൊണ്ടുവന്നത് ഏത് കൈൻഡ് ഓഫ് ബ്ലഡിനെയാന്ന് മക്കൾ ഇവിടെ എഴുതിക്കോണം? CO2 കണ്ടെയ്നിങ് ബ്ലഡിനെയാണ്. CO2 ബ്ലഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. അതിനെയാണ് കൊണ്ടുപോയത്. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും നടുവിലുള്ള വാൽവിന്റെ പേരെന്താ മക്കളെ? എന്ത് വാൽവ് ആയിരുന്നു അത്? ട്രൈകെസ്പിഡ് ആണ്. ട്രൈകെസ്പിഡ് വാൽവ് ആണ്. ട്രൈകെസ്പിഡ് വാൽവ് ആണ്. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ ബ്ലഡ് എങ്ങോട്ടാ പോകുന്നത് നോക്കിക്കേ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? നേരെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ പൾമണറി ആർട്ടറി ത്രൂ എങ്ങോട്ട് പോകുന്നു? ലങ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകും. ലങ്സ്. ഓക്കെ, ലങ്സ് വേണമെങ്കിൽ നമുക്ക് കളർ മാറ്റി കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കളർ മാറ്റി തന്നെ കൊടുത്തോളൂ കേട്ടോ, അതാണ് കുറച്ചുകൂടി പഠിക്കാനായിട്ട് എളുപ്പം. ഓക്കെ, സോ ലങ്സ് എന്ന് പറയുന്ന പാർട്ടിലേക്കാ പോകുന്നത്. ലങ്സിലേക്കാ പോകുന്നത്. ആരാ ലങ്സിലേക്ക് കൊണ്ടുപോയ ആ പറയുന്ന നമ്മുടെ ആ ഒരു വെസൽ, ബ്ലഡ് വെസലിന്റെ പേരെന്തായിരുന്നു? പൾമണറി ആർട്ടറി. PA എന്ന ടീച്ചർ കൊടുക്കുന്നുള്ളൂ. പൾമണറി ആർട്ടറി ത്രൂ ആണ് അത് ലങ്സിൽ എത്തിയത്. ലങ്സിൽ നിന്ന് നേരെ എങ്ങോട്ട് വരുന്നു നോക്കിയേ മക്കളെ? ലങ്സിൽ നിന്ന് പൾമണറി വെയിൻ ത്രൂ അത് ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് നേരെ എങ്ങടാ വരിക? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നോ ബോഡി പാർട്സിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു ആ ബ്ലഡ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഫില്ല് ചെയ്യാൻ കുറച്ച് ഭാഗങ്ങൾ
ആളുകളും കൂടി ഉണ്ട്. മക്കൾ ഇവിടെ നോക്കി വെക്കുക. ഇവിടെ മുഴുവൻ നമ്മൾ കൊണ്ടുപോയത് CO2 ബ്ലഡിനെയാണ്. CO2 കണ്ടെയ്നിങ് ബ്ലഡിനെയാണ് ഇവിടെ മുഴുവൻ നമ്മൾ കൊണ്ടുപോയത്. പക്ഷെ ലങ്സിൽ നിന്ന് തിരിച്ചു വന്നപ്പോ CO2 കണ്ടെയ്നിങ് ബ്ലഡ് ആണോ? അല്ല, O2 ബ്ലഡ് ആണ്. ഓക്സിജൻ കണ്ടെയ്നിങ് ബ്ലഡ് ആണ് ഇതിലെ പോയത്. ഓക്കെ, ഓർത്തിരിക്കുക. ഓക്സിജൻ കണ്ടെയ്നിങ് ബ്ലഡ് ആണ് ഇതിലെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോയത്. ലങ്സിൽ നിന്ന് അതിനെ ആരാ കൊണ്ടുപോയത്? ലങ്സിൽ നിന്ന് ഈ ഓക്സിജൻ കണ്ടെയ്നിങ് ബ്ലഡിനെ കൊണ്ടുപോയ ആളുകളുടെ പേരും കൂടി പഠിക്കണം. ദാറ്റ് ഇസ് പൾമണറി വെയിൻ ആണ് കേട്ടോ. പൾമണറി വെയിൻ ആണ് കൊണ്ടുവന്നത്. സോ CO2 അല്ല, O2 കണ്ടെയ്നിങ് ബ്ലഡിനെ പൾമണറി വെയിൻ ആണ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊടുത്തത്. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് പിന്നെയോ O2 കണ്ടെയ്നിങ് ബ്ലഡ് തന്നെയാണ് എങ്ങോട്ട് പോയത്? O2 കണ്ടെയ്നിങ് ബ്ലഡ് തന്നെയാണ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വന്നത്. ഏത് ത്രൂ ആണ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തിയത്? യെസ്, നമ്മുടെ മിട്രൽ വാൽവ് വഴി. മിട്രൽ അല്ലെങ്കിൽ ബൈക്കാസ്പേഡ് ഓക്കെ, ബൈക്കാസ്പേഡ് വാൽവ് വഴിയാണ് എങ്ങോട്ട് എത്തിയത്? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വന്നത്. ബൈക്കാസ്പേഡും ട്രൈക്കാസ്പേഡും മാറാൻ പാടില്ലേ? അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ. റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിളിന്റെ ഇടയിൽ റൈറ്റ് ട്രൈ ഓക്കെ, റൈറ്റ് ട്രൈ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ റൈറ്റ് ട്രൈക്കാസ്പേഡ് വാൽവ്. അപ്പൊ നിങ്ങൾക്ക് മറ്റത് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബോഡി പാർട്സിലേക്കും O2 കണ്ടെയ്നിങ് ബ്ലഡിനെയാണ് കൊണ്ടുപോയത്. ആരാ കൊണ്ടുപോയത്? അയോർട്ട എന്ന് പറയുന്ന ബിഗസ്റ്റ് ആർട്ടറി ആണ് കൊണ്ടുപോയത് O2 കണ്ടെയ്നിങ് ബ്ലഡിനെ. ഈ ഒരു ഫ്ലോ ചാർട്ട് മാൻഡേറ്ററി ആയിട്ട് മക്കൾ എഴുതി വെച്ച് പഠിക്കണം. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? വെരി ഗുഡ്. സോ മുന്നോട്ട് പോവാം. ഇനി നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഡബിൾ സർക്കുലേഷൻ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ അത് വളരെ ക്ലിയർ ആണ്. അതായത് 2 തവണ, ഒന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് റൈറ്റ് ഏട്രിയത്തിലേക്ക് വന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ നിന്നും എവിടെ വരുന്നുണ്ട്? ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. സോ 2 വട്ടം ഹാർട്ടിൽ ബ്ലഡ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന സർക്കുലേഷൻ ഇസ് ഡബിൾ സർക്കുലേഷൻ. നമ്മുടെ ബോഡിയിലാണ് ഡബിൾ സർക്കുലേഷൻ ഒക്കെ ഉള്ളൂ. ഫിഷിന്റെ ഒക്കെ ബോഡിയിൽ സിംഗിൾ സർക്കുലേഷൻ ഉള്ളൂ കേട്ടോ. ഡബിൾ സർക്കുലേഷൻ ഈ 2 തരത്തിൽ വരുന്നുണ്ട്. അതിന് 2 പേരിട്ട് അങ്ങ് വിളിക്കാൻ, 2 ചെല്ല പേരുകളാണ്. പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും. എന്താ നമ്മൾ വിളിക്കുക? പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക്കും. പൾമണറി എന്ന് പറഞ്ഞാൽ എന്താന്ന് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? ഒന്ന് വായിച്ചേ. ആരാ ഒന്ന് വായിക്കുക? ഒന്ന് വായിച്ചേ. പൾമണറി സർക്കുലേഷൻ: ബ്ലഡ് മൂവ്സ് ഫ്രം ദ ഹാർട്ട് ടു ദ ലങ്സ് ആൻഡ് ബാക്ക് ടു ദ ഹാർട്ട്. അതായത് ബ്ലഡ് എവിടെന്നാ മൂവ് ചെയ്യുക? അതായത് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ലങ്സിൽ പോയി, ലങ്സിൽ നിന്ന് വീണ്ടും ഹാർട്ടിൽ വരുന്നു. അതിനെയാണ് എന്തെന്ന് പറയുക? പൾമണറി സർക്കുലേഷൻ എന്ന് പറയുക. അപ്പൊ എന്താ സിസ്റ്റമിക്? ബ്ലഡ് മൂവ്സ് ഫ്രം ദ ഹാർട്ട് ടു ദ റെസ്റ്റ് ഓഫ് ദ ബോഡി ആൻഡ് ബാക്ക് ടു ദ ഹാർട്ട്. ബ്ലഡ് ഹാർട്ടിൽ നിന്ന് ബോഡി പാർട്സിലേക്ക് പോകുന്നു, അവിടെ നിന്ന് നേരെ തിരിച്ച് ഹാർട്ടിൽ തന്നെ വന്നെത്തുന്നു. എന്തായാലും തുടങ്ങുന്നതും ഹാർട്ടിൽ തന്നെ, അവസാനിക്കുന്നതും ഹാർട്ടിൽ തന്നെ. ഓക്കെ, അപ്പൊ അതാണ് പൾമണറിയും സിസ്റ്റമിക്കും സർക്കുലേഷൻ. ടീച്ചർ എന്താന്ന് പറഞ്ഞു തരാം കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അതായത് പൾമണറി എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് ആരുമായിട്ട് കണക്ട് ചെയ്തെന്നാ ടീച്ചർ പറഞ്ഞേ? ലങ്സുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. സോ പൾമണറി വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ലങ്സുമായിട്ട് കണക്ട് ചെയ്ത്, അതായത് ലങ്സിനെ ബ്ലഡിനെ ലങ്സിലേക്ക് കൊണ്ടുപോകുന്നത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക? അത് എവിടെ സ്റ്റാർട്ട് ചെയ്യുക? റൈറ്റ് വെൻട്രിക്കിളിലാണ് സ്റ്റാർട്ട് ചെയ്യുക. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ നമ്മുടെ ലങ്സിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ലങ്സ് എന്ത് ചെയ്യുന്നു? ഓക്സിജനെ ഇൻടേക്ക് ചെയ്തിട്ട് CO2 വെളിയിലേക്ക് വിടുകയാണ് അല്ലെ? അപ്പം ആ CO2 വെളിയിലേക്ക് വിട്ടു. അതായത് CO2 കണ്ടെയ്നിങ് ബ്ലഡിനെയാണ് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി ലങ്സിൽ കൊടുത്ത് ആ CO2 ലങ്സ് പുറന്തള്ളി ഓക്സിജൻ ഇൻടേക്ക് ചെയ്ത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? ഈ പൾമണറി വെയിൻ എന്ന് പറയുന്ന നേരെ ലെഫ്റ്റ് ഏട്രിയത്തിൽ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയാ? പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. സോ റൈറ്റ് വെൻട്രിക്കിൾ, മക്കളെ ഓർത്തിരിക്കുക, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ എങ്ങോട്ടാ പോകുന്നേ? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലെത്തി, ലങ്സിൽ നിന്ന് എവിടെയാ വന്ന് അവസാനിക്കുന്നതെന്ന് നോക്കിക്കേ. എവിടെയാണ്? യെസ്, ഇവിടെ ലെഫ്റ്റ് ഏട്രിയത്തിലാണ്. ഇതാണ് എന്തെന്ന് പറയാ? പൾമണറി സർക്കുലേഷൻ എന്ന് പറയാ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ട്രാവൽ ചെയ്ത് പോയി ലങ്സിലെത്തി, അവിടെ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്ന് അവസാനിച്ചു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോയ ബ്ലഡ് എന്ന് പറയുന്നത് CO2 കണ്ടെയ്നിങ് ബ്ലഡ് ആണ്. ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തിയതോ O2 കണ്ടെയ്നിങ് ബ്ലഡ് ആണ്. ഇത്രയേ ഉള്ളൂ പൾമണറി സർക്കുലേഷന്റെ പാത്ത് എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ചിട്ട് സിസ്റ്റമിക് എന്തായിരിക്കും നോക്കിക്കേ. സിസ്റ്റമിക് എവിടെ നിന്നാണ്? നിങ്ങൾ ഓർത്തിരിക്കുക, വെൻട്രിക്കിൾസിൽ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുക? ഈ പറയുന്ന ഡബിൾ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നായിരിക്കും? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നായിരിക്കും എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക? ഈ പറയുന്ന സിസ്റ്റമിക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഏത് ടൈപ്പ് ഓഫ് ബ്ലഡ് ആണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ അയോർട്ട കൊണ്ടുപോയി ഡിഫറെന്റ് ബോഡി പാർട്സിൽ കൊടുത്തു. ഡിഫറെന്റ് ബോഡി
പാർട്സിൽ കൊടുത്തു. ഡിഫറെന്റ് ബോഡി പാർട്സിൽ വെച്ച് നമ്മൾ ഓക്സിജനെ യൂസ് ചെയ്തു, CO2 പ്രൊഡ്യൂസ് ചെയ്തു. ആ CO2നെ വീന കാവാസ് കളക്ട് ചെയ്ത് റൈറ്റ് ഏട്രിയത്തിൽ കൊണ്ടുപോയി കൊടുത്തു. അവിടെ എൻഡ് ചെയ്തു എന്തെന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കൊന്ന് എഴുതി നോക്കാം. ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടാ ബ്ലഡ് പോയതെന്ന് നോക്കിക്കേ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടാ പോയത്? ബോഡി പാർട്സിലേക്ക്. ഓക്കെ, ബോഡി പാർട്സിലേക്ക് പോയി. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് നേരെ ബോഡി പാർട്സിലേക്ക് പോയി. ബോഡി പാർട്സിന് എങ്ങോട്ടാ പോയത്? ബോഡി പാർട്സിന് എങ്ങോട്ടാ പോയത്? റൈറ്റ് ഏട്രിയത്തിലേക്കാണ് പോയത്. റൈറ്റ് ഏട്രിയത്തിലേക്കാണ് പോയത്. അപ്പൊ മക്കളെ ഓർത്ത് വയ്ക്കുക, റൈറ്റ് ഏട്രിയത്തിലേക്കാണ് പോയത്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബോഡി പാർട്സിൽ എത്തിയ ശേഷമാണ് അങ്ങോട്ട് എത്തിയത്. സോ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോയ ബ്ലഡ് എന്തായിരുന്നു? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരുന്നു. റൈറ്റ് ഏട്രിയത്തിൽ എത്തിയപ്പോൾ എന്തായത്? CO2 കണ്ടെയ്നിങ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറി. സോ ഇതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. എഴുതി വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം. ഡബിൾ സർക്കുലേഷൻ രണ്ട് തരത്തിലാ വരാ, പൾമണറിയും സിസ്റ്റമിക്കും. പൾമണറി എന്താണ്? ലങ്സ് കണക്റ്റഡ് ആണ്. റൈറ്റ് വെൻട്രിക്കിളിൽ സ്റ്റാർട്ട് ചെയ്യും, ലെഫ്റ്റ് ഏട്രിയത്തിൽ സ്റ്റോപ്പ് ചെയ്യും. സിസ്റ്റമിക് എന്താണ്? സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ സ്റ്റാർട്ട് ചെയ്യും, റൈറ്റ് ഏട്രിയത്തിൽ അവർ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മക്കള് മനസ്സിലാക്കി വെച്ചേക്കണം. അടുത്ത് നമുക്ക് മൂവ് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. എങ്ങനെയാണ് ഇത്രയും നേരം നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പഠിച്ചു. ഇനി എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാന്റ്സിൽ നടക്കുക? സോ നോക്കിക്കേ, ഈ ഒരു ഇമേജ് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഈ ടീച്ചർ ഇതെന്താ പ്ലാന്റ്സിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം പറയുമ്പോൾ മനുഷ്യനെ കൊതിപ്പിക്കുന്ന സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ കാണിച്ചെന്നായിരിക്കും കുട്ടികൾ ഓർക്കുന്നുണ്ടാവുക. ആക്ച്വലി ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ആരെയൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിൽ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഫുഡിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. മറ്റേതെന്താണ് മക്കളെ? വാട്ടർ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. ഈ രണ്ടുപേരുടെ ട്രാൻസ്പോർട്ടേഷൻ ആണ് എവിടെ നടക്കേണ്ടത്? നമ്മുടെ പ്ലാന്റ്സിൽ നടക്കേണ്ടത്. വാട്ടറിന്റെയും ഫുഡിന്റെയും ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ. വാട്ടറിന്റെയും ഫുഡിന്റെയും. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ വീടിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ ഒരു ടാങ്കിലേക്ക് ഇവരെങ്ങനെയാ വെള്ളം കൊടുക്കുന്നത്? എന്തെങ്കിലും പൈപ്പ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടായിരിക്കും വെള്ളം കൊടുക്കുന്നുണ്ടാവുക. ഇതുപോലെ നമ്മുടെ പ്ലാന്റ്സ് ഇത്രയും വലിയ 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 മരങ്ങളിലേക്ക് ഇതുപോലെ ഒരു പൈപ്പ് സിസ്റ്റം, നാച്ചുറൽ പൈപ്പ് സിസ്റ്റം പോകുന്നുണ്ട്. ആ പൈപ്പ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ നമ്മുടെ ബോഡിയിലെ ഡെലിവറി പാർട്ട്ണറെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. കുട്ടികൾക്ക് ക്ലിയർ ആയോ? കാര്യങ്ങൾ ഐഡിയ കിട്ടിയോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സംഭവം നോക്കാം. യെസ്, പ്ലാന്റ്സിന്റെ കേസ് എടുക്കുമ്പോൾ രണ്ട് വേർഡ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് സൈലം, രണ്ടാമത്തത് ഫ്ലോയം. സൈലം is for water transportation. വെള്ളത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ആരുള്ളത്? സൈലം ഉള്ളത്. വെള്ളത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് എന്താ? ഇവിടെ ടീച്ചർ ഒറ്റ വര വരച്ചിരിക്കുന്നു, ഇവിടെ ടീച്ചർ രണ്ട് വര വരച്ചിരിക്കുന്നു. എന്താ ഈ വരകൾ കൊണ്ടുള്ള കളികൾ എന്താണ്? പറഞ്ഞു നോക്കിക്കേ. ഒറ്റ വര എന്ന് പറഞ്ഞാൽ വെള്ളം എപ്പോഴും എങ്ങനെയാ? താഴെ നിന്ന് മുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്താൽ മതി. നമ്മൾ ആരെങ്കിലും പ്ലാന്റ്സിന്റെ മുകളിൽ കയറി രാവിലെ തന്നെ ഒരു പൈപ്പ് എടുത്തു മരത്തിന്റെ മുകളിൽ കയറിയിട്ടാണോ വെള്ളം അടിച്ചു കൊടുക്കുക? അല്ല, നമ്മൾ നേരെ താഴേക്കേ വെള്ളം കൊടുക്കത്തുള്ളൂ. അങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ലോങ് പൈപ്പ് വഴിയാണ് വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്ത് ആ ലീഫിലേക്ക് എത്തണ്ടേ? ഫോട്ടോസിന്തസിസ് നടക്കണ്ടേ? അതിനു വേണ്ടി എത്തത്തുള്ളൂ. ക്ലിയർ ആണോ? സോ സൈലം ത്രൂ ഉള്ള വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ആണ്. ഒറ്റ ഡയറക്ഷനിലേ ഉള്ളൂ, യൂണി ഡയറക്ഷണൽ ആണ്. ഓർത്തിരിക്കുക. ഫ്ലോയം ത്രൂവോ ബൈ ഡയറക്ഷണൽ ആണ്. ബൈ ഡയറക്ഷണൽ, അതായത് ഫുഡ് ഉണ്ടാവുന്നത്, അതായത് ഫോട്ടോസിന്തസിസ് വഴി ലീവ്സിലാണ് ഫുഡ് ഉണ്ടാവുക. ആ ഫുഡിനെ പ്ലാന്റിന്റെ ഡിഫറെന്റ് പാർട്സിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് കൊടുക്കണ്ടേ? സോ അത് ബൈ ഡയറക്ഷണൽ ആണ് ഫ്ലോയം ത്രൂ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് സൈലം ഒരിക്കുക, എങ്ങനെയാണ് ഫ്ലോയം ഒരിക്കുക കാണാനായിട്ട്. സൈലം എന്ന് പറയുമ്പം 4 എലമെന്റ്സ് കൂടുന്നതാണ് സൈലം എന്ന് പറയുന്ന ഇതൊരു കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. സോ ഏതൊക്കെയാ വരിക? സൈലം വെസൽ, സൈലം ഫൈബർ, സൈലം പാരൻകൈമ, ട്രക്കീഡ്. ഇങ്ങനെ 4 പേരുകളാണ് ഇവിടെ വരിക. ഈ പറയുന്ന സൈലം എന്ന് പറയുന്ന ഒറ്റൊരാള് ഈ 4 പേരുടെ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഇതില് സൈലം പാരൻകൈമ മാത്രമേ മക്കളെ ലിവിങ് ഉള്ളൂ. ലിവിങ് ആയിട്ടുള്ള സെല്ല് അല്ലെങ്കിൽ ടിഷ്യൂ സൈലം പാരൻകൈമ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഡെഡ് ആണ് കേട്ടോ. ഫ്ലോയത്തിന്റെ കേസ് എടുത്ത് നോക്കിക്കേ. ഫ്ലോയത്തിൽ ആരാ വരിക? ഇത് സൈലത്തിന്റെ ഇമേജ് ആണ്. ഇതാണ് ഫ്ലോയം. ഫ്ലോയത്തിൽ ആരാ വരുന്നത് നോക്കിക്കേ. സീവ് ട്യൂബ് ഉണ്ട്. ഫ്ലോയം പാരൻകൈമ ഉണ്ട്, കമ്പാനിയൻ സെൽ ഉണ്ട്, പിന്നെ ഒരാളും കൂടി വരുന്നുണ്ട്. അത് ഫ്ലോയം ഫൈബർ ആണേ. ഫ്ലോയം ഫൈബർ കൂടി വരുന്നുണ്ട്. ഓക്കെ, ഈ 4 പേരാണുള്ളത്. ഓക്കെ, ഇതില് ഫ്ലോയം ഫൈബർ മാത്രമേ ഡെഡ് ഉള്ളൂ. ഫ്ലോയം ഫൈബർ മാത്രമേ ഡെഡ് ഉള്ളൂ. ബാക്കി 3 പേരും ലിവിങ് ആണ്. നിങ്ങൾ പഠിച്ചു വെക്കണം. സൈലത്തിൽ സൈലം പാരൻകൈമ മാത്രമേ ലിവിങ് ഉള്ളൂ, ജീവനുള്ള സെല്ലുള്ളൂ. ബാക്കി എല്ലാവരും ഡെഡ് ആയിട്ടുള്ളവരാണ്, സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളവരാണ്. ഫ്ലോയത്തിന്റെ കേസിൽ ഫ്ലോയം ഫൈബർ മാത്രമേ ഡെഡ് ഉള്ളൂ, ബാക്കി എല്ലാവരും ലിവിങ് ആണ് കേട്ടോ. ഓക്കെ, സോ സൈലം ഇങ്ങനെ ഇരിക്കും ഏകദേശം കാണാനായിട്ട്. വാട്ടറിന്റെയും മിനറലിന്റെയും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് സൈലം ഉള്ളത്.
ഇവിടെ എന്താ നോക്കിക്കേ, നോ എൻഡ് വാൾസ് ബിറ്റ്വീൻ സെൽസ്, സെൽസിന്റെ ഇടയിൽ എൻഡ് വാളുകളില്ല, വൺ വേ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇതിൽ നടക്കുകയുള്ളൂ. ഔട്ടർ സെൽ എന്ന് പറയുന്നത് എന്താണ്, ആർ നോട്ട് ലിവിങ്, ഇത് ലിഗ്നിൻ കൊണ്ടുള്ള നല്ല കട്ടിയുള്ള സെല്ലുകളാണ് കേട്ടോ സൈലത്തിന്റെ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്ലോ എന്ന് പറയുന്നത് ഫുഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ്, ഓർഗാനിക് മോളിക്യൂൾസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി എന്താ പറയാ, ഇതുപോലെ സീവ് പോർസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട് എവിടെ, നമ്മുടെ ഫ്ലോയത്തിൽ. ഓക്കെ ഓക്കെ, സോ ഇത് ത്രൂ ആണ് പറയുന്ന നമ്മൾക്ക് എന്താണോ ഫുഡ് മെറ്റീരിയൽ വേണ്ടത് അവരെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത് വരിക എന്ന് പറയുന്നത്. ഇത് ടു വേ മൂവ്മെന്റ് ആണ്. സെൽസ് ആർ ലിവിങ് ബട്ട് നീഡ് സപ്പോർട്ട്, മിക്ക സെല്ലുകളും ലിവിങ് ആണ്, ഫ്ലോയം ഫൈബർ ഒഴികെ ബാക്കിയെല്ലാം ലിവിങ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ. എന്താണ്, vessels, tracheids of roots, stems and leaves of the xylem tissue are interconnected, forming a continuous system of water conducting channel reaching all plant parts. എന്താണ് ഈ പറയുന്ന xylem, vesselsഉം tracheidsഉം ഇത് റൂട്ടിലും സ്റ്റെമ്മിലും ലീവ്സിലുള്ള ഇവരെല്ലാരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവരെല്ലാരും കണക്ട് ചെയ്തൊരു വാട്ടർ കണ്ടക്ടിങ് പൈപ്പ് ആക്കിയിട്ടാണ് വെള്ളത്തിനെ മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. വാട്ടർ മൂവ്സ് ഇൻ ടു ദ റൂട്ട്, റൂട്ടിൽ നിന്ന് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നേ, റൂട്ടിൽ നിന്ന് ലീഫിലേക്കാണ് മൂവ് ചെയ്യുന്നത്. റൂട്ട് ഫ്രം ദ സോയിൽ ആസ് എ റിസൾട്ട് ഓഫ് എ ഡിഫറൻസ് ക്രിയേറ്റഡ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് അയൺസ്. അതായത് ഈ പറയുന്ന സോയിലും റൂട്ടിലുള്ള കോൺസെൻട്രേഷൻ അയൺസിന്റെ ഡിഫറൻസ് പ്രകാരമാണ് വാട്ടർ എൻ്റർ ചെയ്യുക. ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് വാട്ടർ എങ്ങോട്ട് എൻ്റർ ചെയ്യുക, പ്ലാന്റ്സിലേക്ക് എൻ്റർ ചെയ്യുക, റൂട്ടിലേക്ക് എൻ്റർ ചെയ്യുക, പിന്നെ അവിടുന്ന് സൈൽ അതിനെ ക്യാരി ചെയ്ത് ലീഫിലേക്ക് കൊടുത്തോളും. Thereby a steady movement of water is created into the root xylem, pushed upwards steadily. ഇനി ഒരു പ്രോസസ്സിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. When there is an adequate amount of water supply, water flows through stomata. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, ഇതുപോലെ പയറുമണി പോലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് ലീഫിൽ, സ്റ്റൊമാറ്റ. അത് ട്രാൻസ്പിറേഷൻ ത്രൂ വാട്ടർ വേപ്പറിന്റെ രൂപത്തിൽ ലോസ് ആയി പോകാനായിട്ട് ഇവരാണ് അത് ചെയ്യുന്നത്, സ്റ്റൊമാറ്റയാണ്. സോ ഈ സ്റ്റൊമാറ്റ എന്ത് ചെയ്തു, വാട്ടർ ഈ സ്റ്റൊമാറ്റ ത്രൂ ട്രാൻസ്പിറേഷൻ വഴി അതങ്ങ് പോയി കഴിയുമ്പോൾ, ഇവാപറേഷൻ വഴി അതങ്ങ് പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ വാട്ടറിനെ നമുക്ക് പോയ വാട്ടറിനെ റീപ്ലേസ് ചെയ്യണം അല്ലേ. സോ സ്റ്റൊമാറ്റ ഇസ് റീപ്ലേസ്ഡ് ബൈ വാട്ടർ ഫ്രം ദ സൈലം വെസൽസ് ഇൻ ദ ലീഫ്. എന്ത് ചെയ്യുന്നു, സ്റ്റൊമാറ്റ ത്രൂ പോയ വെള്ളത്തിനെ നമുക്ക് വീണ്ടും റീപ്ലേസ് ചെയ്യുന്നു, അത് സൈലം വെസൽസ് ആണ് ചെയ്തു കൊടുക്കുക. ഇവാപറേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ലീഫ് സെൽസ് ക്രിയേറ്റ് സക്ഷൻ. ടീച്ചർ ആദ്യം പറഞ്ഞില്ലേ, ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ് വാട്ടർ വേപ്പേഴ്സിന്റെ രൂപത്തിൽ ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന ഈ ഒരു പ്രോസസ് ഒരു സക്ഷണൽ പുള്ള് ക്രിയേറ്റ് ചെയ്യുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് വെള്ളം താഴേന്ന് വലിച്ചെടുക്കുക. അപ്പൊ നിങ്ങൾക്കാണെങ്കിലും എക്സാം വരുമ്പോഴല്ലേ പഠിക്കാൻ ഒരു ഒരു മൂടുള്ളൂ. എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ടെൻഷൻ വരും, നിങ്ങൾ ഇരുന്ന് പഠിക്കും. അതുപോലെ വെള്ളം ലീഫിൽ കൂടെ നഷ്ടമാകുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സൈലം വാട്ടർ വലിച്ചെടുക്കുന്ന ഒരു പ്രഷർ അതിന് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ട്രാൻസ്പിറേഷൻ പറയുന്നുണ്ട്. ട്രാൻസ്പിറേഷൻ ഇസ് ദ പ്രോസസ് wherein water is lost in the form of vapor from the aerial part of the plant. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടറിനെ കുറിച്ച്. പിന്നെ നമ്മൾ പഠിക്കുകയാണ് മക്കളെ, എന്താണ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് അതർ സബ്സ്റ്റൻസസ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഈ വേറൊരു വേർഡും കൂടി ഉണ്ട്, ഫ്ലോയത്തിൽ കൂടെ ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വേറൊരു പേര് വിളിക്കും, ട്രാൻസ്ലൊക്കേഷൻ. അത് മാറിപ്പോവരുത്, ഇനി അത് പഠിച്ചില്ല എന്ന് പറയരുത്. ട്രാൻസ്ലൊക്കേഷൻ, ഈ ഒരു പ്രോസസ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഫ്ലോയം ഒക്കേഴ്സ് ഇൻ വസ്കുലാർ ടിഷ്യൂ. വസ്കുലാർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അതായത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ടിഷ്യൂസ് ആണ് വസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയാ. സൈലവും ഒരു വസ്കുലാർ ടിഷ്യൂ ആണ്, ഫ്ലോയവും ഒരു വസ്കുലാർ ടിഷ്യൂ ആണ്. ഓക്കെ, ഫ്ലോയം വേർ അപ്പാർട്ട് ഫ്രം ദ ട്രാൻസ്പോർട്ട് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിന്റെ പ്രോഡക്ട്സ് മാത്രമല്ല ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുള്ളൂ, ഇറ്റ് ഓൾസോ ട്രാൻസ്പോർട്ട് അമിനോ ആസിഡിനെയും കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതർ സബ്സ്റ്റൻസസ് വിച്ച് ആർ സ്പെഷ്യലി ഡെലിവേർഡ് ടു ദ സ്റ്റോറേജ് ഓർഗൻ. സ്റ്റോറേജ് ഓർഗൻ ഓഫ് റൂട്ട് സീഡ് ഇങ്ങോട്ടൊക്കെ കൊടുക്കേണ്ട മറ്റുള്ള സബ്സ്റ്റൻസിനെയും കൂടി ആര് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫ്ലോയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് and other substances occurs in the sieve tube. എവിടെ ഇത് നടക്കുക, സീവ് ട്യൂബിൽ കൂടെയാണ് കേട്ടോ നടക്കുക, സീവ് ട്യൂബിൽ കൂടെയാണ് നടക്കുക. കമ്പാനിയൻ സെല്ല് ഈ സീവ് ട്യൂബിന് എന്താണ്, എടാ നീ ഒറ്റയ്ക്ക് കൊണ്ടുപോണ്ട, ഞാൻ കൂടി ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു കമ്പാനിയൻഷിപ്പും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ സീവ് ട്യൂബിൽ കൂടെയാണ് ഈ പറയുന്ന ഫുഡ് പോകുന്നത്, കമ്പാനിയൻ സെല്ല് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലൊക്കേഷൻ ഇൻ ദ ഫ്ലോയം ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യൂട്ടിലൈസിംഗ് എനർജി derived from ATP. For instance, transfer of sucrose into phloem tissues. എന്താ ഇവിടെ പറയുന്നത്, ട്രാൻസ്ലൊക്കേഷൻ ഫ്ലോയം ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യൂട്ടിലൈസിംഗ് എനർജി. എന്താണ് ഈ ഒരു പ്രോസസ്, എന്താണ് എനർജി യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ATPയിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത എനർജി യൂട്ടിലൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂക്രോസിനെയും കൂടി, സൂക്രോസ് ആണ് മെയിൻലി നമ്മൾ ഇതിലെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഫ്ലോയത്തിൽ കൂടെ നമ്മൾ ഫുഡ് കൊണ്ടുപോകണമെങ്കിൽ അത് ഏത് രൂപത്തിലാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, സൂക്രോസ് എന്ന് പറയുന്ന ഷുഗറിന്റെ രൂപത്തിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ മക്കള് നോക്കി വെക്കുക. ക്ലിയർ അല്ലേ മക്കളെ? ഇപ്പൊ നമ്മൾ ഇത്രയും വളരെ സിമ്പിൾ കാര്യങ്ങളാണ് പഠിച്ചത്. സർക്കുലേഷൻ എന്താണ്, പ്ലാന്റ്സിലും ആനിമൽസിലും ഇതിൽ എങ്ങനെ നടക്കുക, പ്ലാന്റ്സിൽ അത് ട്രാൻസ്പോർട്ടേഷൻ ഏത് രീതിയിൽ കൊണ്ടുപോകും. ഓക്കെ, ആനിമൽസിന്റെ കേസിലേക്ക് വരുമ്പം സർക്കുലേഷൻ
സർക്കുലേഷനിൽ ആരൊക്കെയാ വരിക, ആരൊക്കെ വരുന്നത്, ഹാർട്ട്, ബ്ലഡ് വെസൽസ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, മക്കളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി കേട്ടോ. സോ ഓൾ ഓഫ് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പം ഈ ഒരു ക്ലാസ്സും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ള വൃത്തിക്ക് കാണുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വരിക, കമന്റ് ചെയ്യുക. സോ ഓൾ ഓഫ് യു, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ പാർട്ട് 4 ആയിട്ട് കാണാം. ഇനി നമുക്ക് ഒരു പ്രോസസ് കൂടി പഠിക്കാനുണ്ട്, ദാറ്റ് ഇസ് എക്സ്ക്രിഷൻ. സോ താങ്ക് യു സോ മച്ച്, ബൈ ബൈ.